പാസ്റ്ററെ, ഞാൻ ദൈവത്തിന്റെ പൈതലാണെങ്കിലും ಬೋಧಕರೇ, ನಾನು ದೇವರ ಮಗುವಾಗಿದ್ದರೆ എന്തുകൊണ്ട് ഞാൻ അത്ഭുതങ്ങൾ കാണുന്നില്ല? ಏನಕ್ಕೋಸ್ಕರ ನಾನು ಅದ್ಭುತವನ್ನು ಕಾಣ್ತಾ ಇಲ್ಲ? നാം ദൈവത്തിന്റെ മക്കളായി ജനിച്ചെങ്കിലും ನಾವು ದೇವರ ಮಕ್ಕಳಾಗಿ ಜನಿಸಿದರು ആ വളർച്ചയ്ക്ക് പല ഘട്ടങ്ങളുണ്ട്. ಆ ಬೆಳವಣಿಗೆಗೆ ಅನೇಕ ಹಂತಗಳಿದೆ. ജനിച്ചു വീഴുന്ന കുഞ്ഞ്, ಈಗ ಹುಟ್ಟಿ ಜನಿಸಿದ ಮಗು, അത് കഴിയുമ്പോൾ അല്പം കൂടെ വലുതാകുന്ന കുഞ്ഞ്, ಹುಟ್ಟಿದ ನಂತರ ಸ್ವಲ್ಪ ಬೆಳೆದಂತ ಮಗು, ചെറുപ്പത്തിലുള്ള കുഞ്ഞ്, ಚಿಕ್ಕದಾಗಿರುವಂತ ಮಗು, യൗവനക്കാരനായ, ಈಗ ಯೌವನಸ್ಥನಾದಂತ, ആത്മീയത്തിൽ ಆತ್ಮಿಕದಲ್ಲಿ പ്രായമല്ല തീരുമാനിക്കുന്നത്, ಈಗ ಪ್ರಾಯವಲ್ಲ ತೀರ್ಮಾನಿಸೋದು, നീ കർത്താവുമായിട്ടുള്ള നിന്റെ നടപ്പാണ് കാര്യങ്ങൾ വളർച്ചയിലെത്തിക്കുന്നതെന്ന് പറയുന്നത്. ಈಗ ನೀನು ಕರ್ತನ ಸಂಗಡವಾಗಿ ನಡೆಯುವಂತ ಜೀವಿತವೇ ಕಾರ್ಯಗಳಿಗೆ ನಿನ್ನನ್ನು ತಲುಪಿಸುವಂತದ್ದು. ഇവിടെ 18 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് വോട്ട് ചെയ്യാനും വണ്ടി ഓടിക്കാനും ഒക്കെ ഉള്ള അധികാരമുണ്ട്. ಇಲ್ಲಿ 18 ವರ್ಷ ಆದ್ರೆ ಗಾಡಿ ಓಡಿಸೋದಕ್ಕೂ ಎಲ್ಲದಕ್ಕೂ ಅನುಮತಿ ದೊರಕುತ್ತದೆ. അതുകൊണ്ട് 18 വർഷം കഴിയുമ്പോൾ സഭയ്ക്കകത്ത് എന്തെങ്കിലും നേടാമെന്ന് ചിന്തിക്കരുത്. ಆದ್ರೆ ಆದ್ರಿಂದ 18 ವರ್ಷ ಆದ್ಮೇಲೆ ಸಭೆಯಲ್ಲಿ ಏನಾದ್ರೂ ಮಾಡೋಣ ಅಂತ ನೀವು ಚಿಂತೆ ಮಾಡಬೇಡ್ರಿ. നാം ആ വളർച്ചയിലേക്ക് എത്തണം. ನಮ್ಮ ಬೆಳವಣಿಗೆಗೆ ನಾವು ತಲುಪಬೇಕು. ദൈവരാജ്യത്തിൽ, ದೇವರ ರಾಜ್ಯದಲ್ಲಿ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ വിളിക്കുന്നത് നെപ്പിയോസ് എന്ന പദമാണ്. ಈಗ ಹೊಸದಾಗಿ ಹುಟ್ಟಿ ಜನಿಸಿ ಬೀಳುವಂತ ಮಕ್ಕಳಿಗೆ ಕರೆಯುವಂತ ಹೆಸರು ನೆಪಿಯೋಸ್ ಆಗಿರುತ್ತದೆ. നെപ്പിയോസിന്റെ പ്രത്യേകത, ನೆಪಿಯೋಸಿನ ಪ್ರತ್ಯೇಕತೆ, കരയാനേ അറിയത്തുള്ളൂ, പറയാൻ അറിയത്തില്ല. ಅಳೋದಿಕ್ಕೆ ಗೊತ್ತಿರೋದು, ಹೇಳೋದಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. കൊതുക് കടിച്ചാൽ കരയും, ಈಗ ಸೊಳ್ಳೆ ಕಚ್ಚಿದ್ರೆ ಅಳ್ತಾರೆ, വിശന്നാൽ കരയും, ಹಸಿದ್ರೆ ಅಳ್ತಾರೆ, സ്വപ്നം കണ്ടാൽ കരയും, ಕಂಡ್ರೆ ಅಳ್ತಾರೆ, പറയാൻ അറിയത്തില്ല, ಹೇಳೋದಿಕ್ಕೆ ಗೊತ್ತಿಲ್ಲ. ഇന്നും നീ പ്രശ്നങ്ങളുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നീ ഒരു ശിശുവാണ്. ಇವತ್ತು ತೊಂದರೆಗಳ ಮಧ್ಯದಲ್ಲಿ ನೀನು ಅಳುತ್ತಾ ಇದ್ರೆ ಇನ್ನ ನೀನು ಕೇವಲ ಒಂದು ಶಿಶು ಮಾತ್ರನೇ. എന്നാൽ ഇന്ന് രാത്രിയിൽ, ಆದ್ರೆ ಈ ರಾತ್ರಿ ವೇಳೆಯಲ್ಲಿ ചിലർ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുകയാണ്. ಕೆಲವರು ಮುಂದಿನ ಹೆಜ್ಜೆಗೆ ಹೋಗುತ್ತಾ ಇದ್ದಾರೆ. കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, ಹತ್ತುಕೊಂಡು ಇರುವುದಕ್ಕಲ್ಲ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുക. ಯೇಸುವಿನ ನಾಮದಲ್ಲಿ ಬಿಟ್ಟು ಹೋಗು ಎಂದು ಆಜ್ಞೆ ಮಾಡುವುದಕ್ಕೆ.